പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ നയതന്ത്ര സമ്മർദ്ദങ്ങളും രഹസ്യ ഭീഷണികളും മൂലം സ്ഥിതിഗതികൾ മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണവും ആപത്കരവുമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ ഏതൊരു പുതിയ ആക്രമണത്തിനും കടുത്ത തിരിച്ചടി നൽകുമെന്നും അത്തരമൊരു നീക്കമുണ്ടായാൽ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള അതിപ്രധാന എണ്ണ ഊർജ്ജ ശൃംഖലകൾ ആക്രമിക്കുമെന്നും ഇറാൻ നൽകിയ കടുത്ത മുന്നറിയിപ്പ് മേഖലയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടെഹ്റാനിന്റെ ഈ നേരിട്ടുള്ള മുന്നറിയിപ്പ് അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെ വൻ ആശങ്കയിലായിരുത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ഊർജ്ജ ശൃംഖലകളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന പരസ്യ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഉയർന്ന നയതന്ത്ര തലത്തിലുള്ള രഹസ്യ സന്ദേശങ്ങളിലൂടെയാണ് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണ പദ്ധതിയെക്കുറിച്ച് ഗൾഫ് അയൽക്കാരെ അറിയിച്ചത്. അമേരിക്ക ആക്രമണം നടത്തിയാൽ തങ്ങളുടെ പ്രഹരം ഗൾഫ് രാജ്യങ്ങളിലെ വിദേശ ആസ്തികൾക്കും എണ്ണ കേന്ദ്രങ്ങൾക്കും നേരെയായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇറാൻ പ്രധാനമായും ഈ മുന്നറിയിപ്പ് കൈമാറിയത്. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥ്യം വഹിക്കുക, അതേസമയം ആഗോള എണ്ണ വിപണിയുടെ ജീവൻ നാഡിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ രാജ്യങ്ങൾക്ക് ഇറാന്റെ ഭീഷണി കനത്ത പ്രഹരമായി മാറി. മേഖലയിലെ ഏതൊരു സംഘർഷവും തങ്ങളുടെ സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തെറിയുമെന്ന ഭയം ഗൾഫ് ഭരണാധികാരികളെ ഭരിച്ചു. ഇറാന്റെ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ വാഷിംഗ്ടണുമായി അടിയന്തരമായി ബന്ധപ്പെട്ടു. സൈനിക നടപടി എന്ന കടുത്ത നീക്കത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നയതന്ത്ര ചർച്ചകളിലേക്ക് തിരികെ പോകാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ഡൊണാൾഡ് ട്രംപിനോട് ശക്തമായി ആവശ്യപ്പെട്ടു. പുതിയൊരു പ്രാദേശിക യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്നും അത് വൻ വിനാശത്തിലേക്ക് മാത്രമേ വഴിവെക്കൂ എന്നും അവർ അമേരിക്കയെ ബോധ്യപ്പെടുത്തി. തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രദേശം മുഴുവൻ കത്തിയമരുന്ന സന്ദേശമാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര ചർച്ചകളിൽ ആവർത്തിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ ശുദ്ധീകരണശാലകൾ, വൈദ്യുതി ഗ്രിഡുകൾ, ജലശുദ്ധീകരണ പ്ലാന്റുകൾ, പ്രധാന എണ്ണപ്പാടങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ ലക്ഷ്യപട്ടികയിൽ ഉണ്ടെന്ന് ഇറാൻ തുറന്നടിച്ചു. മുമ്പ് സൗദി ആംകോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അവർ ഓർമ്മിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദത്തിന് ഒടുവിൽ പ്രസിഡന്റ് ട്രംപ് താത്കാലികമായി സൈനിക നടപടി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തങ്ങളോട് നയതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിനായി സമയം ആവശ്യപ്പെട്ടതിനാലാണ് ആക്രമണം മാറ്റിവെച്ചതെന്ന് ട്രംപ് പിന്നീട് സ്ഥിരീകരിച്ചു. ഗൾഫ് സഖ്യകക്ഷികളുടെ ആശങ്കകൾ തങ്ങൾ ഗൗരവത്തോടെ കാണുന്നുവെന്ന സൂചനയും വാഷിംഗ്ടൺ നൽകി. എന്നാൽ ആക്രമണം നീട്ടിവെച്ചെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ മുന്നറിയിപ്പ് കൂടുതൽ ഭീതിജനകമായിരുന്നു. ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ ഇറാന് നേരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ആക്രമണത്തിന് അമേരിക്ക പൂർണ്ണമായി സജ്ജമാണെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ വിനാശകരമായ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും ഇതായിരുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക, ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം പൂർണ്ണമായി അവസാനിപ്പിക്കുക തുടങ്ങിയ കർശന വ്യവസ്ഥകളാണ് അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ ആവശ്യങ്ങളിൽ തൃപ്തികരമായ കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാനാവില്ല എന്ന സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ താത്കാലികമായി നിർത്തിവെച്ച ആക്രമണ പദ്ധതി ഏതു നിമിഷവും വീണ്ടും സജീവമാകാം. ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും സമാധാന അന്തരീക്ഷത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന ഒന്നാണ് ഇവരുടെയും ഈ കടുത്ത നിലപാടുകൾ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും കനത്ത ഇന്ധനക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. ഇതിനാൽ തന്നെ നയതന്ത്ര ചർച്ചകൾ വിജയിക്കേണ്ടത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സ്ഥിതി ഒരു കത്തിമുനയിലൂടെയുള്ള നടത്തമാണ്. ഒരു വശത്ത് തങ്ങളുടെ സുരക്ഷാ പങ്കാളിയായ അമേരിക്ക, മറുവശത്ത് ആക്രമണശേഷിയുള്ള അയൽരാജ്യമായ ഇറാൻ. ഇരു കൂട്ടർക്കും ഇടയിൽപ്പെട്ട തങ്ങളുടെ വികസനവും സാമ്പത്തിക ഭദ്രതയും തകർക്കുമോ എന്ന ഭീതിയാണ് റിയാദും അബുദാബിയും മസ്കറ്റും. ഇറാൻ ഉപയോഗിക്കുന്ന തന്ത്രം അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഗൾഫ് രാജ്യങ്ങളെ നിർബന്ധിതരാകുക എന്നതായിരുന്നു. അമേരിക്കൻ ആക്രമണത്തിന്റെ പ്രത്യാഘാതം നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവാണ് ട്രംപിന് മേൽ കടുത്ത നയതന്ത്ര സമ്മർദ്ദം ചെലുത്താൻ അവരെ പ്രേരിപ്പിച്ചത്. ഈ പ്രതിരോധ തന്ത്രം താത്കാലികമായി വിജയം കണ്ടുവെന്നാണ് ട്രംപിന്റെ പിന്മാറ്റം വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രാഥമിക ചർച്ചകൾ എത്രത്തോളം വിജയകരമാകുന്നുവെന്ന കാര്യത്തിൽ ആഗോളതലത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ പരസ്പരം വിരുദ്ധമായതിനാൽ നയതന്ത്രർക്ക് കാര്യമായ മുന്നേറ്റം നടത്താൻ കഠിനമായ പ്രവർത്തിക്കേണ്ടി വരും. അതിനിടയിൽ ചെറിയൊരു തെറ്റായ നീക്കം പോലും വൻതോതിലുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. തങ്ങളുടെ ഭൂപ്രദേശത്ത് ഉണ്ടാകുന്ന ഏതൊരു ആഘാതവും പശ്ചിമേഷ്യയാകെ കത്തിപ്പടർന്ന തീജ്വാലയായി മാറുമെന്ന ഇറാന്റെ പ്രഖ്യാപനം സൈനിക നിരീക്ഷകരെയും ആകുലരാക്കുന്നുണ്ട്.
ഒരേ സമയം പല മേഖലകളിൽ നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണത്തെ നിരോധിക്കുക അമേരിക്കൻ സഖ്യസേനയ്ക്ക് കനത്ത വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ അണുവിട പിഴയ്ക്കാത്ത സുരക്ഷാ കണക്കുകൂട്ടലാണ് വാഷിംഗ്ടൺ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലാൻഡിലോ ഒമാനിലോ വെച്ച് നടക്കാൻ സാധ്യതയുള്ള രഹസ്യ നയതന്ത്ര കൂടിക്കാഴ്ചകളാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുദ്ധത്തിന്റെ പുകച്ചുരുളയ്ക്ക് നടുവിൽ നിന്നും സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യ കണ്ട ഏറ്റവും വിനാശകരമായ സംഘർഷത്തിനാകും വരും നാളുകൾ സാക്ഷ്യം വഹിക്കുക.